ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസം ഏതെന്ന് പറഞ്ഞാൽ അത് ദൈവവിശ്വാസമാണെന്ന് നിസ്സംശയം എനിക്ക് പറയുവാൻ സാധിക്കും. അത് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കള് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഒരു പുരോഗമനപരമായ ഒരു വീക്ഷണം തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഈ സമയത്ത് ഞാൻ കരുണാനിധിയാണ് ഞാൻ ഓർക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ കരുണാനിധി തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പാലം പണിയുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചപ്പോൾ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ നേതാവ് ലാൽകൃഷ്ണ അദ്വാനി അതിശക്തവും നിശിതവുമായിട്ട് തമിഴ്നാട് സർക്കാരിനെ വിമർശിക്കുകയുണ്ടായി. അവിടെ രാമൻ ശ്രീലങ്കയിലേക്ക് പോകുവാൻ സേതുബന്ധനം നടത്തിയ സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ പാലം പണിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ധൈര്യപൂർവ്വം കരുണാനിധി ചോദിച്ചു, രാമൻ എന്താ എഞ്ചിനീയർ ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ കെൽപ്പുള്ള നേതാക്കളെയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം ആവശ്യപ്പെടുന്നത്. ഒരിക്കൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കാണുവാനായിട്ട് ഒരു വിദേശ പത്രപ്രവർത്തകൻ വന്നു. ആ പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഈശ്വരനിൽ വിശ്വസിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ നിരീക്ഷണ പരീക്ഷണ പഠനങ്ങളിലൊന്നും ഒരു പ്രപഞ്ചത്തിന് ശക്തിയുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ആകർഷിക്കാനും വികർഷിക്കാനും ഒക്കെയുള്ള ശക്തിയുണ്ട്. പക്ഷെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്റെ നിരീക്ഷണ പഠനങ്ങളിലൊന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി ഈശ്വരൻ ഇല്ല എന്ന് ഞാൻ പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങ് ഒരു നിമിഷം എനിക്ക് വേണ്ടി ഈശ്വരൻ ഉണ്ട് എന്നൊന്ന് താൽക്കാലികമായി വിശ്വസിക്കുമോ? അങ്ങനെയെങ്കിൽ അങ്ങക്കത് ഫോളോ ചെയ്തുകൂടെ, അല്ലെങ്കിൽ അങ്ങക്ക് അങ്ങനെ ഒന്ന് കരുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞു, ഈ ലോകത്ത് ചെറു ന്യൂനപക്ഷം വരുന്ന വൻകിട സമ്പന്നന്മാരെ സൃഷ്ടിക്കുകയും ബഹുഭൂരിപക്ഷത്തെ പട്ടിണിയിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിനെ എനിക്ക് അത്തരം ദൈവത്തെ വേണ്ട എന്ന് ആര് പറഞ്ഞു? നെഹ്റു പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ചങ്ങമ്പുഴയും പറഞ്ഞ്, വിത്തനാഥന്റെ ബേബിക്കു പാലും നിർധന ചെറുക്കൻ ഉമിനീരും ഈശ്വരേച്ഛയെങ്കിൽ അമ്മട്ടിലുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ എന്ന് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത്, ചങ്ങമ്പുഴയാണ് പറഞ്ഞത്. നമ്മുടെ നേതാക്കന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും സമൂഹത്തെ മുന്നോട്ട് നയിക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ വളരെയധികം പുരോഗമനപരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരള സമൂഹം കൈവരിച്ചിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളെല്ലാം പുറകോട്ട് പോയിരിക്കുന്നു. 1950-കളിൽ വെറും 5000-6000 പേരാണ് ശബരിമലയിൽ പോയിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ കോടികൾ പോകുന്നു. 1950-കളിലും 60-കളിലും അല്പാൽപ്പം മദ്യപാനികളും കുടിയന്മാരുമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കുടിയന്മാരെ മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ പാടില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട യുവകലാ സാഹിത്യയുടെ നേതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ജാതി താലത്തെ കുറിച്ച്. വൈക്കം ക്ഷേത്രത്തില് അവിടെ വൈക്കം സത്യാഗ്രഹം നടന്നതിന് ശേഷം നവോത്ഥാനത്തിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞ് വൈക്കത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും ഇന്ന് ക്ഷേത്രങ്ങളിലേക്ക് ജാതി തിരിച്ച് താലം നടത്തുകയാണ്. നായരുടെ താലപ്പൊലി, ഈഴവരുടെ താലപ്പൊലി, KPMS 2 or 3 ആയപ്പോ അവർ 3 പേരും 3 കഷ്ണങ്ങളിലായിട്ട് താലപ്പൊലി, ധീവര സമുദായത്തിന്റെ താലപ്പൊലി, നായർ സമുദായത്തിന്റെ താലപ്പൊലി. എന്തുകൊണ്ട് ഒരു ദേശ താലപ്പൊലി എടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകുവാൻ ഭക്തന്മാർക്ക് പോലും സാധിക്കുന്നില്ല? അങ്ങനെ പോയാൽ അവിടെ ഇരിക്കുന്ന ദൈവം ഒളിച്ചോടുവോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം പോലും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇല്ലാതായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാതാ അമൃതാനന്ദമയ്യെ പോയി കണ്ട് അവരുടെ നെറ്റിയിൽ ചുംബിച്ചവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരില് ഒരു മന്ത്രി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേരളമേ നമ്മൾ ലജ്ജിക്കുക തന്നെ വേണം. എന്തിനു വേണ്ടിയാണ് ചുംബിച്ചത്? ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗം നടത്തിയത്രേ. എന്താണ് മാതാ അമൃതാനന്ദമയ്യയുടെ പ്രസംഗം? സ്നേഹം, സാഹോദര്യം, സന്തോഷം, ഇതൊക്കെ നമ്മളെല്ലാവരും പറയുന്നതല്ലേ ഈ കാര്യങ്ങളെല്ലാം.
അമൃതാനന്ദമായി പറഞ്ഞിട്ട് വേണോ നമ്മളിതെല്ലാം അറിയാൻ? ഒരു സന്യാസിയാണെങ്കിൽ ശ്രീബുദ്ധനെ പോലെ എല്ലാം ഉപേക്ഷിച്ച് താഴത്തിറങ്ങി വന്ന് സന്യസിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ശ്രീനാരായണനെയും വിവേകാനന്ദനെയും പോലെ ഒരു ചിന്താ പദ്ധതി ലോകത്തിന് സമ്മാനിക്കണം. മാതാ അമൃതാനന്ദമയ്യപ്പോലുള്ള ആൾദൈവങ്ങൾ എന്ത് ചിന്താ പദ്ധതിയാണ് ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഒരു ചിന്താ പദ്ധതിയും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ചുംബനം നിർത്തി ഒളിച്ചോടിയിട്ട് ആളിനെ കണ്ടിട്ടുമില്ല. തീർച്ചയായിട്ടും ഇത്തരം ആൾ ദൈവങ്ങളെ സായിബാബ, അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ആൾ ദൈവങ്ങളെ ഇന്ന് കൂണുപോലെ മുളച്ചു വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് എതിർക്കപ്പെടുവാൻ പുരോഗമന പക്ഷത്ത് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സാധിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഈ നിയമം, അന്ധവിശ്വാസ നിരോധന നിയമം പാസാക്കണമെന്ന് യുവകലാസാഹിതി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ നിയമം പാസാക്കാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലൂടെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അതിശക്തമായ സമരങ്ങളില്ലെങ്കിൽ ഈ നിയമം ഭരണവർഗത്തിന്റെ ഭരണത്ത് തന്നെ ഇരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി പ്രവർത്തിച്ച് അധികാരത്തിൽ വന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുന്നു മന്ത്രി മുഖ്യൻ അവതാരമാണെന്ന്. എവിടെ പോകുന്നു നമ്മുടെ ശാസ്ത്രീയ ചിന്ത? എന്ത് അവതാരം? എവിടെയാണ് നമ്മുടെ ശാസ്ത്ര യുക്തിയും ചിന്തയും എല്ലാം എവിടെ ചെന്ന് നിൽക്കുന്നു? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പണ്ട് യുക്തിവാദികൾ കൂടുതലായിരുന്നു. അതാണല്ലോ ഇവിടെ മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞ യുക്തിവാദികൾ. അന്ന് പവനെയും അതുപോലെ തന്നെ ഏറ്റിക്കോവറിനെയും എടമുറുകിനെയും സനൽ എടമുറുകിനെയും MC ജോസഫിനെയും എല്ലാം വായിക്കുന്നവരെ ലക്ഷോപലക്ഷം പേരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭക്തന്മാരെ കൊണ്ട് പുരോഗമന ഇടങ്ങൾ നിറഞ്ഞിരിക്കുന്നിടത്ത് അതിനെതിരായ ഒരു സമരം കൂടി ഈ ഘട്ടത്തിൽ നടക്കേണ്ടുന്ന ഒരു കാലഘട്ടം ആയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമരത്തിൽ വെച്ച കാല് പിന്നോട്ടില്ല എന്ന് യുവകലാസാഹിത്യം തീർച്ചയായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.